ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഗുരു നല്ല രീതിയിൽ നിൽക്കുന്നത് കൊണ്ട് നമുക്ക് ചില വഴികളിലൂടെയും ചില തന്ത്രങ്ങളിലൂടെയും ആ വീടിനെ ബാധിച്ചിരിക്കുന്ന ബാധാദുരിതങ്ങളെ അകറ്റിമാറ്റി അവിടെ ലക്ഷ്മി ദേവിയുടെ സ്ഥാനമുണ്ടാക്കുക. ഇതെന്താടോ ഒരു മുന്നറിയിപ്പും ഇല്ലാതെ? ഞാൻ തന്നെ അങ്ങോട്ട് വിളിക്കാനിരിക്കുകയായിരുന്നു. ആവശ്യം എന്റേതായി പോയില്ലേ? കേറി ഇറങ്ങി നടന്നാലേ പ്രസാദിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാതെ മറ്റു മാർഗമൊന്നുമില്ലല്ലോ. താനിരിക്കെ, നമുക്ക് ഇരുന്ന് സംസാരിക്കാം. ഇരിക്കെ. തന്റെ വാക്കുകളുടെ നീരസം എനിക്ക് മനസ്സിലായി. പക്ഷേ കൃത്യമായ തെളിവുകളില്ലാതെ ഞാൻ എങ്ങനെയാണോ അവരെ അറസ്റ്റ് ചെയ്ത് ലോക്കപ്പിലിടുന്നത്? പരിചയമുള്ള പോലീസുകാരൻ 2 അടി കൂടുതൽ അടിക്കുമെന്ന് പറയുന്നത് ശരിയാണ്. നമ്മൾ തമ്മിലുള്ള സൗഹൃദം എനിക്ക് വലിയൊരു ബാധ്യതയായി എന്ന് പറഞ്ഞാൽ മതിയല്ലോ. എടോ, എനിക്ക് കിടന്നിട്ട് ഉറങ്ങാൻ പറ്റണില്ല. കണ്ണടക്കുമ്പോ കാണുന്നതേ കൈപ്പത്തിയില്ലാത്ത എന്റെ കൊച്ചിന്റെ മുഖമാ. പറ, ഞാൻ എന്ത് ചെയ്യണം? എന്നെ തന്നെ ഒന്ന് സമാധാനപ്പെടുത്താൻ ഞാൻ എന്താ ചെയ്യേണ്ടത്? തന്റെ വികാരം ഞാൻ മനസ്സിലാക്കുന്നു. തന്നെ ആത്മാർത്ഥമായി സഹായിക്കണമെന്ന് എന്റെ മനസ്സ് പറയുന്നുമുണ്ട്. പക്ഷേ നടപടികളുമായി മുന്നോട്ട് പോകുന്നില്ല തടസ്സം. എനിക്ക് തന്നെ പറഞ്ഞ് ബോധ്യപ്പെടുത്താനാവുന്നില്ല എന്നതാണ് സത്യം. എനിക്കറിയേണ്ടത് ഒരേ ഒരു ഉത്തരമാണ്. ഞാൻ തന്നോട് പലവട്ടമായി ചോദിച്ചുകൊണ്ടിരിക്കുന്നു. അത് തന്നെയാണ്, എന്റെ മകൻ നസീർ ജീവിച്ചിരിപ്പുണ്ടോ അതോ അവര് കൊന്നോ? ഇപ്പൊ നിങ്ങളുടെ കൈവശം കിട്ടിയെന്ന് പറഞ്ഞ കൈപ്പത്തി എന്റെ മകന്റെതാണോ? എടോ, ഇതിനൊക്കെ ഉത്തരം തരണമെങ്കിൽ ലാബ് റിപ്പോർട്ട് വരണം. അതിന്റെ കാലതാമസമാണ് താൻ ഞങ്ങളുടെ അലസതയായി ഇപ്പൊ ചൂണ്ടിക്കാണിക്കുന്നത്. ഹമീദെ, സാഹചര്യ തെളിവുകൾ വെച്ച് നോക്കുമ്പോ എന്റെ മകൻ നസീർ അവസാനമായി സംസാരിച്ചത് ആ വീട്ടിൽ വെച്ചാ. ആ വീട്ടിൽ നിന്നുവാ അവൻ വിവാഹം കഴിക്കാൻ പോയ പെണ്ണിനെ കണ്ടെത്തുന്നതും. ആ വീടിന്റെ പരിസരത്ത് നിന്നാ, അല്ലെങ്കിൽ ആ വീട്ടിന്റെ മുറ്റത്തുനിന്നാ ഒരു കൈപ്പത്തി നായ കടിച്ചു പിടിച്ചു കൊണ്ടുവരുന്നത്. ഇത്രയും വ്യക്തമായ തെളിവുകൾ നിങ്ങളെ മുന്നിൽ ഉണ്ടായിട്ടും തെളിവില്ല എന്ന് പറയുന്നതിന്റെ കാരണമാണ് എനിക്കറിയാത്തത്. ഇതെന്നെ തളർത്തി മറ്റാരെയോ രക്ഷിച്ചെടുക്കാനുള്ള ശ്രമമാണോ ഇവിടെ നടക്കുന്നത്? സ്നേഹത്തോടെ നടക്കുന്ന നമുക്കിടയിലെ നൊമ്പരപ്പെടുത്തുന്ന രീതിയിലെ താൻ മറ്റെന്തെങ്കിലും ഡീല് ആരെങ്കിലുമായിട്ട് നടത്തിയിട്ടുണ്ടോ? സത്യം തുറന്നു പറഞ്ഞോളൂ. ഈ കേസിന്റെ പോക്ക് കണ്ടിട്ട് താൻ ഈ കാണിക്കുന്ന സ്നേഹത്തിലും പരിഗണനയിലും ഒക്കെ ഞാൻ വല്ലാതെ സംശയിച്ചു പോവുക. എടോ, താൻ എന്തൊക്കെയാണോ ഈ പറയുന്നത്? സങ്കടം ഉണ്ടായിട്ട് തന്നെ ഈ പറയണേ. എന്റെ മകനെ തന്റെ മകനായിട്ട് തന്നെയാണ് താൻ കാണുന്നതെന്ന് ഞാൻ വിചാരിച്ചു പോയി. എടോ, അവന്റെ ജീവിതം ഇല്ലാതാക്കിയവര് എന്റെ മുന്നിൽ സുഖമായി കഴിയുമ്പോൾ എനിക്ക് എങ്ങനെയാടോ സമാധാനത്തോടെ ഒന്ന് ഉറങ്ങാൻ കഴിയുക? അത്രയും പാവത്താനായി ഞാൻ മാറിയാൽ ഞാൻ എന്റെ മനസാക്ഷിയോട് തന്നെ വഞ്ചന കാണിക്കുമല്ലേ ചെയ്യുന്നേ? ഹമീദെ, തെറ്റ് ചെയ്തവർ ശിക്ഷിക്കപ്പെടണം. ഇതിന്റെ പിന്നിൽ ആ ചായക്കടക്കാരിക്ക് പങ്കുണ്ട്, അവളെ ഭർത്താവിനും പങ്കുണ്ട്, ആ വിഷ്ണുവിനും പങ്കുണ്ട്. ഇവരെയൊക്കെ അറസ്റ്റ് ചെയ്ത് ലോക്കപ്പിലിടാൻ തന്നെ കൊണ്ട് കഴിയുമെങ്കിൽ ചെയ്ത് കാണിക്ക്. തന്റെ ഈ പദവി കൊണ്ട് എനിക്ക് അങ്ങനെയെങ്കിലും ഒരു ഉപകാരം ഉണ്ടാവട്ടെ. ഹലോ സർ. ചന്ദ്രബോസേ. സർ. സാഹചര്യ തെളിവുകൾ ശാരദാമ്മയ്ക്കും ഭർത്താവിനും അനുകൂലമല്ല. അതുകൊണ്ട് അവർ രണ്ടുപേരെ അറസ്റ്റ് ചെയ്യണം, എത്രയും പെട്ടെന്ന് തന്നെ. ഓക്കെ സർ. അപ്പോ അബൂബക്കർ പണി തുടങ്ങി. ഇനിയുള്ള പണിയാണ് എന്റെ പണി. ശാരദാമേ, ഇനി നിങ്ങൾ കുറച്ചു നാളത്തേക്ക് കച്ചവടം ഒന്നും ചെയ്യണ്ട. മരുമകളെ സർവ ഐശ്വര്യ പൂജ ചെയ്ത് നമ്മുടെ യഥാർത്ഥ വീട്ടിലേക്ക് കയറ്റുക എന്ന കർമ്മത്തിന് അനുയോജ്യമായൊരു സമയം കണ്ടെത്തുക, അതിനുള്ള ഒരുക്കങ്ങൾ നടത്തുക. അതിനെന്തെല്ലാം പൂജകളും ദോഷപരിഹാര ക്രിയകളുമാണ് വേണ്ടത്, പ്രശ്നവിധിയാൽ എന്താണ് പറയുന്നത്, ഇത് അറിയാൻ വേണ്ടിയിട്ടാണ് എന്നെ വിളിച്ചു വരുത്തിയിരിക്കുന്നത്. ശരിയല്ലേ സത്യാമ്മേ? അതെ,
പടിയിറങ്ങിപ്പോയ ലക്ഷ്മി ദേവിയെ ആ വീട്ടിലേക്ക് തിരിച്ചു കൊണ്ടുവരിക. അത്രയും ദുർഘടമായൊരു കർമ്മമാണ് അവിടെ നടത്തേണ്ടത്. നോക്കാം, പ്രാർത്ഥിക്കുക. സകല പാപങ്ങളും പുറത്ത് രാശി പലകയിലെല്ലാം തെളിയണമേ എന്ന് വിഘ്നേശ്വരനെ വിളിച്ച് പ്രാർത്ഥിക്കാം. കാരണം ചെറിയൊരു ഏനക്കേട് വന്നാൽ അപ്പോ തടസ്സം പറയുന്ന ആളാണ് ഗണപതി ഭഗവാൻ. നന്നായെന്ന് പ്രാർത്ഥിച്ചോളൂ. മോളെ പ്രാർത്ഥിക്കും. ഭാമ പലതും ആഗ്രഹിക്കുവാണല്ലോ. ശാലിനി വരുമോന്ന് ശാലിനിക്ക് ഉറപ്പില്ലാത്ത അവസ്ഥയിൽ ഈ പൂജയും വഴിപാടും ഹോമവും ഒക്കെ വെറുതെ ആവോ എൻ്റെ ഈശ്വര? എന്താ ജോത്സ്യരെ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? സത്യഭാമയും രാഘവൻ സാറും കുറച്ച് ഗൗരവമായി കേൾക്കേണ്ട കാര്യമാണ് ഞാൻ ഇനി പറയാൻ പോകുന്നത്. രാഘവൻ സാറിന്റെ മോശ സമയമാണോ, ഉദയലഗ്നം മോശാവസ്ഥയിലെത്തിയതോ, അതോ മൊത്തത്തിൽ ആ വീടിനെ ബാധിച്ചിരിക്കുന്ന ദോഷങ്ങളുടെ കാരണങ്ങൾ കൊണ്ടോ? എന്തായാലും ആരൂടെ മറഞ്ഞിരിക്കണു. ആരൂടെ മറഞ്ഞാ പിന്നെ പ്രശ്നവിധി ഇല്ലെന്നാണ് ശാസ്ത്രം. കാരണം അതിന് പ്രതിവിധിയുമില്ല. സാധാരണ ജ്യോത്സ്യന്മാര് ദക്ഷിണയും വാങ്ങി കവടിയും പൂട്ടി അങ്ങ് പോകും. പക്ഷേ എന്നെ നിങ്ങൾ വിളിച്ചു വരുത്തിയത് കവടിയും കഷത്ത് തിരികെ ദക്ഷിണ വാങ്ങി പോകാനല്ലല്ലോ. അനുകൂലമായ രീതിയിൽ നിങ്ങൾക്ക് ഗുണമുണ്ടാകുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുചെന്നെത്തിക്കാനല്ലേ. അതിന് കുറച്ച് കുറുക്ക് വഴിയിലൂടെ നമുക്കൊന്ന് പോയി നോക്കാം. ലക്ഷം ദോഷം ഗുരുഹന്തി എന്നാണല്ലോ പറയാറ്. അതുകൊണ്ട് ഗുരു നല്ല രീതിയിൽ നിൽക്കുന്നത് കൊണ്ട് നമുക്ക് ചില വഴികളിലൂടെയും ചില തന്ത്രങ്ങളിലൂടെയും ആ വീടിനെ ബാധിച്ചിരിക്കുന്ന ബാധാദുരിതങ്ങളെ അകറ്റി മാറ്റി അവിടെ ലക്ഷ്മി ദേവിയുടെ സ്ഥാനമുണ്ടാക്കുക.